നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം. മതവിദ്വേഷം പടർത്തുന്ന പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ആസാം സ്വദേശി കയ്പമംഗലത്തെ പോലീസ് പിടിയിൽ. തൃപ്രയാറിൽ KSRTC ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. ചാവക്കാട് ലഹരിയുമായി എത്തിയ 4 അംഗ സംഘത്തെ പോലീസ് തടഞ്ഞു. വാർത്തകൾ വിശദമായി. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം. സംസ്ഥാനത്ത് DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. DJ പാർട്ടികളിൽ ഗുണ്ടകളോ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ പങ്കെടുക്കുന്നില്ലെന്ന് സംഘാടകർ ഉറപ്പാക്കണം. അത്തരക്കാർ പാർട്ടിക്ക് വന്നാൽ പോലീസിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. പാർട്ടികൾ സംഘടിപ്പിക്കുന്നവർ പോലീസിനെ നിർബന്ധമായും അറിയിക്കണം. വൈകിട്ട് 4 മുതൽ രാത്രി മുഴുവൻ വ്യാപക വാഹന പരിശോധനയ്ക്കും DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മതവിദ്വേഷം പടർത്തുന്ന പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ആസാം സ്വദേശി കയ്പമംഗലത്തെ പോലീസ് പിടിയിൽ. ആസാം സ്വദേശി മോറിഗോൺ സ്വദേശിയായ റോഷിദുൽ ഇസ്ലാം 25 വയസ്സാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. 2 വർഷത്തോളമായി ചന്ദ്രാപിനി ഭാഗത്തെ ഒരു പന്തൽ നിർമ്മാണ കമ്പനിയിൽ ജോലിക്കാരനാണ് ഇയാൾ. സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഇയാൾ പിടിയിലായത്. ബംഗ്ലാദേശിലുള്ള ഇയാളുടെ അമ്മാവനുമായി ഫോൺ വഴി പാകിസ്ഥാനിലുള്ള ചില വ്യക്തികളുമായി ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയും ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി പാകിസ്ഥാനിൽ നിന്നും മാരക പ്രഹരശേഷിയുള്ള AK-47 തോക്കുകൾ വാങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയതായും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. തൃപ്രയാറിൽ KSRTC ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. KSRTC ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. കയ്പമംഗലം കൂരിക്കോഴി സ്വദേശി അരയങ്ങാട്ടിൽ വീട്ടിൽ 36 വയസ്സുള്ള ലസീദ് റോഷനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതി കഴിഞ്ഞ 22-ന് രാവിലെ 9:45 തൃപ്പയാർ ജംഗ്ഷനിൽ വെച്ച് മുൻഭാഗത്തെ ടയർ പഞ്ചറായ KSRTC ബസിന്റെ ടയർ മാറ്റുന്നതിനായി ഗുരുവായൂർ ഡിപ്പോയിൽ നിന്നും മറ്റൊരു ബസ്സിൽ ടയറും മറ്റു സാധനങ്ങളും മെക്കാനിക്കുമായി വന്ന KSRTC ബസിന്റെ ഡ്രൈവറായ ആലപ്പാട് സ്വദേശി പടിപ്പുരക്കൽ വീട്ടിൽ 54 വയസ്സുള്ള ബൈജു ടയർ മാറ്റുന്നതിനായി മെക്കാനിക്കിനെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ KSRTC ബസ് വഴിയിലിട്ടതിന്റെ വൈരാഗ്യത്താൽ ബൈജുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിനാണ് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയുമായ ലസീദ് റോഷനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വാടാനപ്പള്ളി, കയ്പമംഗലം, അന്തിക്കാട്, ചേർപ്പ്, മാള പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 7 കിലോഗ്രാം ആശിഷ് ഓയിൽ ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന കേസിലും 2 മോഷണ കേസിലും 1 അടിപിടി കേസിലും ആശിഷ് ഓയിൽ വിൽപ്പനക്കാരനെ കൈവശം വെച്ച മറ്റൊരു കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനശല്യം ചെയ്ത കേസിലും അടക്കം 6 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. മലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ, SI എബിൻ, GSI സൈഫുദ്ദീൻ, CPO വിവേക് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചാവക്കാട് ലഹരിയുമായി എത്തിയ 4 അംഗ സംഘത്തെ പോലീസ് തടഞ്ഞു. വാഹനം ഉപേക്ഷിച്ച് 4 പേർ രക്ഷപ്പെട്ടു. ഒരാൾ പുതിയ പാലത്തിന് മുകളിൽ നിന്ന് കനോലി കനാലിലേക്ക് ചാടി. ഗുരുതരമായി പരിക്കേറ്റയാളെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ ചാവക്കാട് പുതിയ പാലത്തിന് സമീപമാണ് സിനിമാ മോഡൽ സംഭവം നടന്നത്. ഒറീസ സ്വദേശികളാണ് വാഹനത്തിൽ സഞ്ചരിച്ചതെന്ന് സംശയിക്കുന്നു. ഇവരെ പുറത്തുനിന്നുള്ള മഫ്തി പോലീസ് പിന്തുടരുന്നു. പിന്നീട് പോലീസ് ചാവക്കാട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അജ്ഞാത സംഘത്തെ പിടികൂടാൻ ചാവക്കാട് പോലീസ് പാലത്തിന് മുകളിൽ വാഹനം തടസ്സപ്പെടുത്തി നിർത്തി. രക്ഷപ്പെടാൻ പഴുതില്ലാതായതോടെ സംഘം വാഹനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. മയക്കുമരുന്ന് ലോബികൾ ആണെന്ന് സംശയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പുഴയിൽ ചാടിയവരിൽ കൂടുതൽ പേരുണ്ടോ എന്നും പോലീസ്, ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ നടത്തുകയാണ്. ബൈക്ക് അപകടം, വല്ലച്ചിറ സ്വദേശി മരിച്ചു. വല്ലച്ചിറ മുതുവറയിൽ ഉണ്ടായ ബൈക്ക് അപകടത്തിൽ ഗൃഹനാഥൻ മരിച്ചു. വല്ലച്ചിറ തോന്നല്ലൂർ വാരിയ കൃഷ്ണൻ എമ്പ്രാന്തിരി മകൻ 55 വയസ്സുള്ള രാജേഷാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി മുതുവറയിൽ വെച്ച് അമിത വേഗതയിൽ പോയ വാഹനം ഇടിക്കുകയായിരുന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. അമല ആക്ട്സ് പ്രവർത്തകർ രാജേഷിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
പറപ്പൂർ നാഗത്താൻകാവ് ക്ഷേത്രം ജീവനക്കാരനാണ് രാജേഷ്. 15 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം പ്രതിക്ക് 65 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. കൊടുങ്ങല്ലൂരിൽ 15 വയസ്സുകാരി പ്രണയം നടിച്ച് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 65 വർഷം കഠിന തടവും 1,35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴ ഒടുക്കിയില്ലെങ്കിൽ 10 വർഷത്തിലേറെ അധിക കഠിന തടവ് കൂടി അനുഭവിക്കണം. കൊടുങ്ങല്ലൂർ ആലാദേശത്ത് കോച്ചാറ വീട്ടിൽ 28 വയസ്സുള്ള ജിഷ്ണുവിനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി വി വിനീത ശിക്ഷിച്ചത്. പിഴ ഈടാക്കുന്ന മുറയ്ക്ക് അതിജീവിതയ്ക്ക് ഈ സംഖ്യ നൽകുവാനും ഉത്തരവിട്ടിട്ടുണ്ട്. 15 വയസ്സിൽ താഴെ പ്രായമായ അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്ന ദുരുദ്ദേശത്തോടെ പ്രണയം നടിച്ച് വശീകരിച്ച് നിരവധി തവണ പ്രതി ലൈംഗികമായി പീഡിപ്പിക്കുകയും ലൈംഗിക അതിക്രമങ്ങൾ കാണിക്കുകയും തുടർന്ന് അതിജീവിത വീട്ടിൽ പറയുകയും മതിലകം പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ SHO ആയിരുന്ന TK ഷൈജു, SI ലാൽസൺ എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS സുലാൽ ഹാജരായി. ലൈസൺ ഓഫീസർ ASI KT ഷീജ പ്രോസിക്യൂഷൻ നടപടികൾ ഏകീകരിച്ചു. ചാലക്കുടിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങാൻ നിന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. ജോലി കഴിഞ്ഞ് മടങ്ങാൻ നിന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് തടയാൻ ശ്രമിച്ച യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. കറുകുറ്റി തേർക്കൂട്ടം വീട്ടിൽ 25 വയസ്സുള്ള അക്ഷയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട ചെന്നേർക്കര ചെറുതുരുത്തി പുത്തൻപുരക്കൽ വടക്കേതിൽ 24 വയസ്സുള്ള ജോബിൻ തോമസ് എന്നയാൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം 10 മണിയോടെ ചാലക്കുടി ടൗണിലായിരുന്നു സംഭവം. ചാലക്കുടിയിൽ ഒരു സ്ഥാപനത്തിൽ ജോലി കഴിഞ്ഞ് വീട്ടുകാരെ കാത്തുനിൽക്കുകയായിരുന്ന പെൺകുട്ടിയെ ഈ സമയം സ്ഥലത്തെത്തിയ അക്ഷയ് ശല്യം ചെയ്യുകയും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇത് കണ്ട് ജോബിൻ തോമസ് അക്രമം തടയാൻ ഇടപെടുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായ അക്ഷയ് കൈവശം കരുതിയിരുന്ന കമ്പി പോലുള്ള മാരകായുധം ഉപയോഗിച്ച് ജോബിനെ കുത്തുകയായിരുന്നു. ജോബിന്റെ വയറിന് ഇടതുവശത്താണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ജോബിനെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി അക്ഷയെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ അജിത്, ലാലു, GSI ഉണ്ണികൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിജോ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ദേശീയ ജുജിത്സു ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ജേതാവായ മുഹമ്മദ് സയാനെ ആദരിച്ചു. പഴുവിൽ ബാബുസലാം മദ്രസ ഹാളിൽ ചേർന്ന അനുമോദന യോഗം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ഷിജുമോൾ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിൻസി നാസർ, പഞ്ചായത്ത് മെമ്പർ TV പുഷ്പ, ഉമ്മർ പഴുവിൽ എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തൃശൂർ കിഴക്കേക്കോട്ട കോരത്ത് ലൈനിൽ പ്രവർത്തിക്കുന്ന ബേക്കറിയിൽ അഗ്നിബാധ. കിഴക്കുംപാട്ടുകര സ്വദേശി ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള പാപ്പം ബേക്കറിയിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ 2 ജീവനക്കാർക്ക് പൊള്ളലേറ്റു. ജീവനക്കാരായ വർഗീസ്, ഗീത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ഉടൻ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പാചകവാതക സിലിണ്ടർ ചോർന്നതിനെ തുടർന്ന് തീപിടിച്ചതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് 2 യൂണിറ്റ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൂടുതൽ അപകടങ്ങൾ ഒഴിവായതായി ഫയർഫോഴ്സ് അറിയിച്ചു. എറിയാട് കേരള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ലഹരിക്കെതിരെ ജാഗ്രതാ ജ്യോതി തെളിയിച്ചു. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വൈസ് ചെയർപേഴ്സൺ സുമിത നിസാം, NSS പ്രോഗ്രാം ഓഫീസർ K സാരഥി, AB നിഷ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചന്ദ്രാപിന്നി യൂണിറ്റ് കൺവെൻഷൻ നടത്തി. ചന്ദ്രാപിന്നി VK കുമാരൻ സ്മാരക സംസ്കാര നിലയത്തിൽ നടന്ന കൺവെൻഷൻ AKTA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൈപ്പമംഗലം ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി EP ജെയിംസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TS ബേബി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഹസീന, ഷേർലി, സുരേഷ്, നസീറ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച AKTA മെമ്പർ കൂടിയായ ഗീത മോഹൻദാസിനെ ആദരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. പരിശീലനം, ഉൽപാദനം, വിപണനം അങ്ങനെ വന്ന് നമ്മള് ടൈലറിംഗ് പാർക്ക് എന്ന് പറയുന്ന ഒരു ടൈലറിംഗ് പാർക്ക് നമ്മൾ സ്ഥാപിച്ചു. ഒരു 52 സെന്റ് സ്ഥലം സ്വന്തമായി വാങ്ങിച്ച് അതില് 30,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പണിത് ആധുനിക രീതിയിലുള്ള തയ്യൽ വസ്ത്രങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ തുന്നാവുന്ന ഫോറിൻ മിഷനറീസുകൾ ഇറക്കി അതിന് നമ്മൾ പരിശീലനം കൊടുത്ത് അതിന് ഉൽപാദനം തുടങ്ങി, അത് വിപണിയിൽ ഇറങ്ങി, അത് നമ്മൾ തൊഴിലാളികൾ എടുത്തു.
അതുകൊണ്ട് അതിൽ കിട്ടുന്ന എല്ലാ ലാഭങ്ങളും എല്ലാ തൊഴിലാളികൾക്കും ലഭ്യമാകുന്ന രീതിയിൽ സംസ്ഥാന കമ്മിറ്റി അതിനെ സ്ഥിരപ്പെടുത്തി. അപ്പൊ ആ രീതിക്ക് മാറാൻ കാരണം എന്തുകൊണ്ടാണ്? ഇത് മാത്രമാണോ നമ്മൾ ചെയ്തത്? നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സംഘടന ചെയ്ത എല്ലാ കാര്യങ്ങളും താഴ്ത്തട്ടിലോ മറ്റു മെമ്പർമാരോ ഇത് കൃത്യമായി അറിയുന്നില്ല. അവരതിനെ പഠിക്കാനോ അതെന്തുകൊണ്ടാണ് അത് ചെയ്തത് എന്നറിയാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. എടത്തുരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ 10ാമത് വേലാഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, അഭിഷേകത്തോടു കൂടി ഉച്ചപൂജ എന്നിവ നടന്നു. വൈകിട്ട് 3 ഗജവീരന്മാരോട് കൂടി കൂട്ടിയെഴുന്നള്ളിപ്പും തുടർന്ന് പാണ്ടിമേളം, കുടമാറ്റം, വർണ്ണമഴ, കേളിപ്പറ്റ്, തായമ്പക, പാണ്ടിമേളത്തോടു കൂടി എഴുന്നള്ളിപ്പ്, തീയാട്ട് എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് തളനല്ലൂർ പടിഞ്ഞാറമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രിയിൽ നടന്ന സാന്ദ്ര നന്ദാലയം നന്ദഗോവിന്ദം പഞ്ചത്ത് ആസ്വദിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. ഇത്രയും നിറഞ്ഞൊരു സദസ്സിന് മുന്നിൽ നാമം ജപിക്കാൻ അവസരം തന്നതിന് ഇതിൻ്റെ സംഘാടകരോടുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ഈ സാന്നിധ്യം തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രചോദനമാകാറുള്ളത്. കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കാളമുറി സെന്ററിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് വടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീബ സതീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CJ ജോഷി, പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കൊച്ചുവേട്ടിൽ, PS ഷാഹിർ, ലുബ്ന ജിനു, രശ്മി ശ്രീജിത്ത്, സന്ധ്യ രവീന്ദ്രൻ, സീന ഇസ്മയിൽ, മണി ഉല്ലാസ്, PK സുകന്യ, PS മുഹമ്മദ് ഉല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മണത്തലയിൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ വൻ ഗതാഗത കുരുക്ക്. കൊച്ചിൻ റിഫൈനറിയിലേക്ക് ടാങ്കുകൾ കൊണ്ടുപോയ 2 കൂറ്റൻ ഹൈഡ്രോളിക് ടൈലറുകളാണ് ഗതാഗത കുരുക്കിന് കാരണമായത്. 50 അടിയോളം നീളമുള്ള ടാങ്കുകളാണ് കൊണ്ടുപോയിരുന്നത്. ഗതാഗത കുരുക്കിനെ തുടർന്ന് മണത്തല ഐനിപ്പിള്ളി ദേശീയപാതയിൽ ട്രെയിലറുകൾ നിർത്തിയിട്ടു. സർവേയർ എത്തി റൂട്ട് ക്ലിയർ ആയതിനു ശേഷമേ പുറപ്പെടുകയുള്ളൂ. ചാലക്കുടി പുഴയിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നത് പരിഭ്രാന്തി പരത്തി. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനു സമീപത്തായിരുന്നു സംഭവം. പുഴയിൽ കുടുങ്ങിയ സഞ്ചാരികളെ നാട്ടുകാരാണ് രക്ഷിച്ചത്. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നാണ് അതിരപ്പള്ളിയിലേക്ക് വെള്ളമെത്തുന്നത്. മുന്നറിയിപ്പില്ലാതെ അധിക ജലം പുഴയിലേക്ക് ഒഴുക്കുന്നത് പതിവില്ല. ജില്ലാ ഭരണകൂടം ഡാമിൽ നിന്ന് അധിക ജലം ഒഴുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നില്ല. ഡാമിന്റെ വാൽവുകളൊന്നും തുറന്നിട്ടില്ലെന്ന് ഡാം എഞ്ചിനീയർ അറിയിച്ചു. മുന്നറിയിപ്പില്ലാതെ ജലം പുഴയിലേക്ക് ഒഴുക്കിയത് എങ്ങനെയെന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. നെടുപുഴയിൽ ബസ്സുടമ ബസ്സിൽ കുഴഞ്ഞു വീണു മരിച്ചു. വട്ടപ്പിന്നിയമ്മ ബസ്സുടമയും കണ്ടക്ടറുമായ മനോജ് ബാബുവാണ് ബസ്സിൽ കുഴഞ്ഞു വീണത്. 53 വയസ്സായിരുന്നു. ബസ് സർവീസ് ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ നെടുപുഴ പള്ളിക്ക് സമീപത്തായിരുന്നു സംഭവം. ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഡ്രൈവർ ഉടൻ തന്നെ ബസ് എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വൈദ്യുതി പ്രവഹിപ്പിച്ച് മീൻ പിടിക്കുന്നതിനിടെ ഒഡീഷ്യ സ്വദേശി ഷോക്കേറ്റ് മരിച്ചു. എലുവത്തൂരിലെ പശു ഫാമിലെ തൊഴിലാളിയായ 32 വയസ്സുള്ള അജിത് പെന്നയാണ് മരിച്ചത്. ഫാമിനടുത്തുള്ള ചാലിലാണ് മീൻ പിടിച്ചിരുന്നത്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് തെക്കേത്തറയിൽ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളിൽ നിന്നും ക്ഷേത്രം വഴിപാട് കൗണ്ടറിൽ നിന്നും പണം മോഷണം പോയിട്ടുണ്ട്. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. സൈക്കിളിലാണ് മോഷ്ടാവ് എത്തിയത്. നടപ്പുരയിലെ ഭണ്ഡാരങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി പണം കവർന്നതിനു ശേഷം ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലാണ്.
വഴിപാട് കൗണ്ടറിലെ അലമാര തകർത്താണ് പണം കവർന്നിട്ടുള്ളത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം. മതവിദ്വേഷം പടർത്തുന്ന പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ആസാം സ്വദേശി കയ്പമംഗലത്തെ പോലീസ് പിടി. തൃപ്രയാറിൽ KSRTC ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. ചാവക്കാട് ലഹരിയുമായി എത്തിയ 4 അംഗ സംഘത്തെ പോലീസ് തടഞ്ഞു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.